ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ CM സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം കോടതിയിൽ ക്രൈംബ്രാഞ്ച് നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജൈനമ്മ കൊലപാതക കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം ഇയാൾ വെളിപ്പെടുത്തുന്നത്. 2017 ബിന്ദുവിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. 2006 കാണാതായ ബിന്ദു ആ വർഷം തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘം നേരത്തെ സ്ഥിരീകരിച്ചത്. ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ സംശയനിഴലിലായിരുന്നുവെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ കുറ്റസമ്മത മൊഴിയോടെ ഇയാളെ പ്രതിയാക്കി കേസെടുത്തു. കസ്റ്റഡി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷയിലാണ് കുറ്റസമ്മതത്തിന്റെ വിശദാംശങ്ങളുള്ളത്. കൊലപാതകം എവിടെ വെച്ച് എങ്ങനെ നടത്തിയെന്നറിയുന്നതിനും ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ബിന്ദുവിനെ കൊലപ്പെടുത്താൻ സംസ്ഥാനത്തിന് പുറത്തുവെച്ച് ആസൂത്രണം നടന്നു എന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കുടക്, ബംഗളൂരു, വേളാങ്കണ്ണി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ച് അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കും. ജൈനമ്മ കൊലപാതകത്തിൽ റിമാൻഡിൽ കഴിയവെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി. ബിന്ദുവിന്റെ പേരിൽ വ്യാജ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കിയ കേസ്, ബിന്ദുവിന്റെ വ്യാജ ലൈസൻസും SSLC ബുക്കും വ്യാജമായി നിർമ്മിച്ച കേസ് എന്നിവയിലും സെബാസ്റ്റ്യൻ ഒന്നാം പ്രതിയാണ്. 2002 മുതൽ ബിന്ദുവിനൊപ്പം ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ പലപ്പോഴായി ഇടനിലക്കാരനായി നിന്ന് ഇവരുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ വിറ്റിട്ടുണ്ട്. ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന ആയിഷ തിരോധാന കേസിലും സെബാസ്റ്റ്യൻ സംശയനിഴലിലാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.